എന്നും നിലനിൽക്കും. ലാ തസാലു ഖായിഫത്തുൻ മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ്. എന്റെ സമുദായത്തിൽ നിന്ന് ഒരു വിഭാഗം എപ്പോഴും നിലനിൽക്കും, സത്യത്തിന്റെ മേൽ നിലനിൽക്കും എന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ പാർട്ടിയായി നമ്മളിവിടെ നിലനിൽക്കണം, അതിനുവേണ്ടി പ്രവർത്തിക്കണം. നമ്മുടെ ആയുസ് മുഴുവനും ഇതിനു വേണ്ടിയാവണം. ഇതാണ് നമുക്ക് പറയാനുള്ളത്. അതിനാൽ നമ്മുടെ SYSന്റെ 60ാം വാർഷിക സമ്മേളനം ഇന്നു മുതൽ, നേരത്തെ എല്ലാവരും പറഞ്ഞതുപോലെ നിങ്ങളെ ഹൃദയത്തിലിരിക്കട്ടെ, നിങ്ങളെ പ്രവർത്തനത്തിലുണ്ടാവട്ടെ. അതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരുപാട് സമ്മേളനങ്ങളുണ്ട്. അതിനൊക്കെ പ്രവർത്തിക്കുന്നതൊക്കെ ഇതിൻ്റെ പ്രചരണമായിക്കോട്ടെ. ഡിസംബറിൽ മർക്കസിന്റെ സമ്മേളനമുണ്ട്. അതിന്റെ പ്രചരണം ഈ സമ്മേളനത്തിന്റെ പ്രചരണമാവട്ടെ. നാളെ 26-27 SMA പ്രതിനിധി സമ്മേളനം തൃശ്ശൂരിൽ നടക്കുന്നു. അതും SYSന്റെ 60ാം വാർഷികത്തിന്റെ പ്രചരണമാവട്ടെ. അങ്ങനെയെല്ലാം നമ്മുടെ സ്ഥാപനത്തിന്റെ ദാറുൽ ഫലാഹ് വയനാട്ടിലെ നമ്മുടെ സ്ഥാപനം, കേന്ദ്രമായ സ്ഥാപനം, അതിന്റെ സമ്മേളനമുണ്ട്. അതും നമ്മുടെ SYSന്റെ പ്രവർത്തനം തന്നെ. അതുകൊണ്ട് ഒരു സമ്മേളനവും ഒരു പ്രവർത്തനവും ഈ സമ്മേളനത്തെ തടസ്സപ്പെടുത്തുകയില്ല. പിന്നെ മറ്റൊന്ന്, നമ്മുടെ മുഅല്ലിമീങ്ങളോട് എനിക്ക് വലിയ ഒരു കൃതജ്ഞത പറയാനുണ്ട്. മുഅല്ലിമീങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടോന്നും അറിയില്ല. ഏതായാലും നമ്മുടെ മുഅല്ലിം സുഹൃത്തുക്കൾ ഈ കാണുന്ന ഇതിലും അധികം മുഅല്ലിമീങ്ങളെ തന്നെ സംഘടിപ്പിക്കാനുണ്ട് നമുക്കിവിടെ. അവര് സംഘടിക്കാനും അവരൊരു സമ്മേളനം നടത്താനും തീരുമാനിച്ചതായിരുന്നു. ജനുവരിയിൽ. പക്ഷേ അതിന്റെ നേതാക്കളുമായി ചർച്ച ചെയ്ത് സംസാരിച്ചു. ഇൻഷാ അല്ലാഹ് ആ മുഅല്ലിമീങ്ങൾ മാത്രം എന്തായിരുന്നു കഴിഞ്ഞ കൊല്ലം പാലക്കാട്ടൊക്കെ ഒരുമിച്ച് കൂടിയത്, ഇതുപോലുള്ള വലിയ സദസ്സ് മുഅല്ലിമീങ്ങൾ മാത്രം ഒരുമിച്ച് കൂടി. അങ്ങനെയുള്ള ഒരു പരിപാടി ഇൻഷാ അല്ലാഹ് മുഅല്ലിമീങ്ങളുടേത് ഉണ്ട്. അതിന്റെ ആമുഖമായി ഒരുപാട് പ്രവർത്തനങ്ങൾ അവർ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ഇനി ഉദ്ദേശിച്ചതിനും അപ്പുറം ഒരു വിജയിക്കും. അത് ഒരു മാസം അങ്ങോട്ട് പിന്തിച്ചുകൊണ്ട് SYSന്റെ 60ാം വാർഷികം കഴിഞ്ഞതിന്റെ ശേഷം ആവാമെന്ന് അതിന്റെ നേതാക്കളൊക്കെ തീരുമാനിച്ചിരിക്കുന്നു. എല്ലാ മുഅല്ലിമീങ്ങൾക്കും അത് സമ്മതമാണ് എന്ന നിലക്ക് ആ മുഅല്ലിമീങ്ങളോട് എന്റെ അതിയായ സന്തോഷം അറിയിക്കുകയും, അതിയായ സന്തോഷം എന്ന് പറഞ്ഞാൽ എന്താണോ നേതൃത്വം സ്വീകരിക്കുന്നത്, തീരുമാനിക്കുന്നത്, അത് നടപ്പിലാക്കാനും പ്രവർത്തിക്കാനും ഞങ്ങൾ തയ്യാറാണെന്ന് അഭിപ്രായ വ്യത്യാസമില്ലാതെ നിൽക്കുന്ന, അംഗീകരിക്കുന്ന മുഅല്ലിമീങ്ങളും മുദർരിസീങ്ങളും ഉസ്താദുമാരും എല്ലാമാണ് നമുക്കുള്ളത്. അൽഹംദുലില്ലാഹ്. ഇതിപ്പോ മുഅല്ലിമീങ്ങളെ സമ്മേളനം കാണുമ്പോൾ അതും നിങ്ങൾക്ക് കാണാം ഇൻഷാ അല്ലാഹ്. SYSന്റെ സമ്മേളനത്തോടനുബന്ധിച്ച് ഒരു മുതഅല്ലിം സമ്മേളനം തന്നെ സംബന്ധിക്കാൻ ഇപ്പോൾ സ്ഥലം പോരായ നമുക്ക്. ഒരു മുതഅല്ലിം സമ്മേളനം കൂട്ടാൻ വരെ യഥാർത്ഥത്തിൽ സ്ഥലം ഇല്ലാത്ത അവസ്ഥയിലാണ്
അത്രയും അധികം ആളുകൾ ഉണ്ട്. സംശയം വേണ്ട, സംശയം വേണ്ട. അല്ലാഹു തആല ചെയ്ത നിഅമത്താണ്. അങ്ങനെ മുതഅല്ലിം സംഗമം, മുഅല്ലിം സംഗമം, മുദർരിസുമാരുടെ സംഗമം, ഇതെല്ലാം ഉണ്ടാകും. എല്ലാം നാം സ്വീകരിക്കുകയും ഒന്നിനെ ബുദ്ധിമുട്ടിക്കുകയില്ല. തീർച്ചയായും ആരെയും ബുദ്ധിമുട്ടിക്കാത്ത വിധത്തിൽ യസ്സിറ വലാത്ത അസ്സിറ, നിങ്ങൾ എളുപ്പം ചെയ്തു കൊടുക്കണം, ഞെരുക്കുണ്ടാക്കരുത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ജമിയത്തുൽ മുഅല്ലിമീന്റെ യോഗം അങ്ങോട്ട് പിന്തിച്ചത്. അല്ലെങ്കിൽ മൂന്ന് മാസത്തിൽ 3 എണ്ണം ആയിപ്പോയാൽ അപ്പോ യസ്സിറ എന്നുള്ളത് ഉണ്ടാവില്ല, മറിച്ച് ബുദ്ധിമുട്ടായി പോകും. അപ്പൊ ബുദ്ധിമുട്ടാവരുത് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ആ ഹദീസ് നമ്മുടെ മുഅല്ലിമീങ്ങൾ ഉസ്താദന്മാരൊക്കെ സ്വീകരിച്ചു. അതുകൊണ്ടാണ് അതൊന്ന് അങ്ങോട്ട് മാറ്റിയത്. അങ്ങനെ ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത വിധം എല്ലാം എളുപ്പമാക്കി ഇൻഷാ അല്ലാഹ് നമ്മുടെ പരിപാടികൾ നടക്കും. SYSന്റെ 60ാം വാർഷിക സമ്മേളന പ്രഖ്യാപനം നടത്തുകയാണ്. ഇനി കൂടുതൽ സംസാരിക്കുന്നില്ല. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയം നമ്മുടെ മഹല്ലത്തുകളിലെല്ലാം പ്രചരിപ്പിക്കണം. അതിന്റെ മദ്രസകൾ നമ്മുടെ മഹല്ലത്തുകളിലെല്ലാം ഉണ്ടാക്കണം. വലൗ വഹദി എന്ന് പറഞ്ഞതുപോലെ ഒരു കുട്ടിയാണെങ്കിൽ തുടങ്ങി തന്നെ മദ്രസ. അപ്പൊ 6 മാസം കഴിയുമ്പോൾ 100 കുട്ടിയാവും. അത് നമ്മുടെ പാഠപുസ്തകത്തിന്റെ നന്മ അതാണ്, നമ്മുടെ സിലബസിന്റെ നന്മ അതാണ്. നമ്മുടെ പദ്ധതികളൊക്കെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു പോയി. അൽഹംദുലില്ലാഹ്. നിങ്ങൾ നോക്ക്, കേരളത്തിൽ ഇങ്ങനെ കിണറ്റിലെ തവളിനെ പോലെ കിടക്കല്ല നമ്മുടെ ബോർഡ്. നമ്മളെ ബോർഡ് അഖിലേന്ത്യ അടിസ്ഥാനത്തിൽ വളരെ വിപുലമായ നിരക്ക് നടക്കുകയാണ്. ആ ബോർഡ് 7 ഭാഷയിൽ, സാന്ദർഭികമായി ഞാനിന്ന് പറയട്ടെ 2 വാക്ക്. 7 ഭാഷയിൽ നമുക്ക് പാഠപുസ്തകമുണ്ട്.